കേരള രാഷ്ട്രീയ രംഗത്ത് വലതുപക്ഷം വീണ്ടും ഭരണത്തിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ എല്ലാവരുടെയും ഒരേ ചോദ്യമാണ്, ആരാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്? ഇതേ ചോദ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം VD സതീശൻ എന്ന് മാത്രമാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് VD സതീശൻ ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു നേതാവ് ആണ് എന്നുള്ളതിന് കാരണക്കാരനാവുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷമായി വളരെ കണിശമായിക്കൊണ്ട് ഭരണപക്ഷത്തിനോട് ഏറ്റവും ശക്തമായി പോരാടിയ നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഹോംവർക്കുകൾ വളരെ പ്രശസ്തമായിട്ട് വളരെ കാര്യഗൗരവത്തോടെയായിരുന്നു അദ്ദേഹം ഓരോ ഭരണപക്ഷത്തിൻ്റെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനുണ്ടായ ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം. ഭരണപക്ഷത്തിൻ്റെ പല തെറ്റുകുറ്റങ്ങളും ജനങ്ങൾക്ക് എതിരെയുള്ള കർക്കശമായ നിലപാടുകളെ പോലും അദ്ദേഹം എങ്ങനെയായിരുന്നു നേരിട്ടത് എന്ന് നിയമസഭയിലെ ഓരോ സാഹചര്യത്തിലും വളരെയധികം ജനപ്രീതി നേടുക തന്നെ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പല പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ഭരണപക്ഷത്തെ കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന നേട്ടങ്ങൾ. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസവും അത്തരത്തിലുള്ള ചില കളികൾക്കൊക്കെ എതിരെ അദ്ദേഹം ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് ജനപ്രതിനിധി ആയിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം. അതുകൊണ്ട് തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾക്കിടയിൽ സതീശന് വലിയ നേട്ടങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ആധുനിക ജനതയുടെ കാഴ്ചപ്പാടിന് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണ്. മതനിരപേക്ഷതയിൽ അദ്ദേഹം ഏറെ വ്യത്യസ്തമായിരുന്നു. സഭക്കകത്തും പുറത്തും തീവ്രമായ നിലപാടുകളോട് അദ്ദേഹം വളരെ കണിശമായി തന്നെ അതിനെ നേരിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റൊരു വിധത്തിൽ വ്യത്യസ്തനാക്കിയത്. പറവൂർ മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി പോലെയുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ ഏറ്റവും കൂടുതൽ യുവാക്കൾ എടുത്തു കാണിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ദുരന്തമുഖങ്ങളിലെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം ഏറെ പ്രശസ്തമായിരുന്നു. പാർട്ടിയെ അടിത്തട്ടിൽ നിന്നും വളർത്തുന്നതിന് വേണ്ടി സതീശനെ പോലെയുള്ള മനുഷ്യരുടെ വലിയ പങ്കുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കേന്ദ്ര നേതൃത്വത്തിനെ വളർത്താൻ സതീശൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കേന്ദ്ര നേതൃത്വത്തിന് വലിയ ശക്തി പകരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും ഭരണ മികവിനുമപ്പുറം VD സതീശൻ എന്നുള്ള പേര് ഒരിക്കലും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് നമ്മൾ ഇവിടെ ഏറെ ശ്രദ്ധേയമാവുകയാണ്. നിങ്ങൾ എന്ത് കരുതുന്നു? VD സതീശൻ തന്നെയാണോ നമ്മൾ ഏറെ അധികം കാത്തിരുന്ന ആ മുഖ്യമന്ത്രി? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക.